എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ ആ പോയിന്റിന് അവിടെ വാലിഡിറ്റി ഇല്ല. ബട്ട് ആന്റി ഇപ്പൊ പറഞ്ഞു ഒരിക്കലും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. എവിടെ ആണുങ്ങൾ തുണി ഊരി ഈ റോഡില് പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ, ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല എവിടെയും കൂടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് ചർച്ചകളാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഷെഫീന ബീവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ കത്തി കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഷെഫീന ബീവി പറഞ്ഞ ആ ഒരു സ്റ്റൈലിനോട്, അതിനോട് നമുക്ക് എന്താ പറയാ, ആ ഒരു രീതിയിൽ പറയുന്നത് ശരിയാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം മാന്യമായിട്ടുള്ള രീതിയിൽ. അപ്പൊ ഷെഫീന ബീവി പറഞ്ഞത് കുറച്ചൊരു കൂടിപ്പോയി എന്ന് എനിക്കും അതിനോട് ഞാനും യോജിക്കുന്നു. കാരണം കുറച്ചു കൂടിപ്പോയി, അത്ര ഒരു ഇതിൽ പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അപ്പൊ ആ ഒരു വിഷയം ഇപ്പൊ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജുപിള്ള പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതിന് സത്യാവസ്ഥ നമുക്കറിയത്തില്ല. എന്തായാലും ഇപ്പോ ഷെഫീന ബീവിയെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മഞ്ജുപിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. എന്തായാലും അവരുടെ ഒരു ഫോൺ കോള്, ഷെഫീന ബീവിയെ വിളിച്ചിട്ട് പറയുന്ന ഒരു ഫോൺ കോൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഫോൺ കോൾ ഒന്ന് കേൾക്കാം കേട്ടോ. ഫ്രീ ആണോ ഇപ്പോ? ആക്ച്വലി ഞാൻ ഒരു ഫോളോവർ ആണ്. സോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ റീസെന്റ് ഇട്ട ഒരു വീഡിയോ. ഏത് വീഡിയോ കിട്ടിയ? ഒരു ഫെമിനിസത്തിനെ പറ്റിയിട്ട്. ഓക്കെ. സോ ആർ യു ഫ്രീ ടു ടോക്ക് അബൌട്ട് ദാറ്റ് വീഡിയോ? ജസ്റ്റ് അറിയാൻ വേണ്ടി. പറയൂ എന്താ അറിയണ്ടേ? ഓക്കെ. സോ ആ വീഡിയോ ഐ ജസ്റ്റ് വാണ്ട് ആസ്ക് യു ലൈക്ക് ഫെമിനിസത്തെ എങ്ങനെയാണ് അപ്പൊ ആക്ച്വലി കാണുന്നത്? ജസ്റ്റ് അറിയാൻ വേണ്ടി. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇടാനോ ഒന്നുമല്ല. ഐ എം ജസ്റ്റ് എ ഫോളോവർ ഓഫ് യു. ജസ്റ്റ് അറിയാൻ. ഇടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊന്നും ഞാൻ വേണ്ടാന്ന് വിലക്കില്ലല്ലോ. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഫെമിനിസം, ഞാൻ എന്താണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിലെ ഒരു പെണ്ണിന് സ്വന്തമായി ഇടാനുള്ള താല്പര്യങ്ങളെ നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് അത് വളച്ചൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് ഹൗ വി കോൾ എ ഫെമിനിസം? മോളെ, നീ ഇംഗ്ലീഷ് ഒന്നും പറയില്ല. ഞാൻ പഴയ 10ാം ക്ലാസ് ആണ്. എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. ഇല്ല, മലയാളത്തിലേക്ക് ആക്കാം. ഞാൻ പറയുന്ന ശൈലിയിൽ വരുമ്പോൾ അത് ചോദിച്ചതിന് ഉത്തരം കേൾക്കണ്ടേ? പറഞ്ഞുതരാം. നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്, മനസ്സിലാക്കാൻ ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ് സാരാംശം പറഞ്ഞത്. അതായത് നമുക്ക് ഒരു പെണ്ണും ഒരാണിനും ഒരു സിനിമ സംവിധായകന്റെ മുമ്പിലേക്ക് പോകുന്നു. അവർ ആ ഫീൽഡ് ആണല്ലോ ചൂസ് ചെയ്തിട്ടാണല്ലോ അത് പറയണേ. അതുകൊണ്ട് ഞാൻ പറയണേ. അപ്പോ ഈ സിനിമാ സംവിധായകൻ ആ പെണ്ണിന്റെ അടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങളൊരു റാമ്പ് വാക്ക് നടത്തൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കൂ എന്നല്ലേ പറയുക. അപ്പൊ രണ്ടുപേരുടെ അടുത്ത് ഒരേപോലെ പറയും, നീ അഭിനയിക്ക്, നിങ്ങൾ രണ്ടുപേരുടെ അഭിനയ ശേഷി ഓക്കെ. എന്തിനാണ് ആണിന്റെ ബോഡി സ്ട്രക്ചറിനെ ഇത് നോക്കാതെ പെണ്ണിന്റെ ബോഡി സ്ട്രക്ചറിനെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് ഈ ഡ്രസ്സ് ഇടാൻ നിന്നെ കൊണ്ട് പറ്റുമോ, ഈ ഡ്രസ്സിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്? സൊസൈറ്റിക്ക് അത്തരത്തിലാണ് പെണ്ണുങ്ങളെ കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അവരാരും ബോഡി കാണിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. ബോഡി. പക്ഷേ ആന്റി, ഇത് 2026 ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പൊ തന്നെ ഈവൻ ലണ്ടനിൽ തന്നെ ഇപ്പോ സ്ട്രീറ്റ് മാർച്ചസ് ഉണ്ട്. മോള് കേരളത്തിൽ നിന്നില്ല, മോള് ലണ്ടനിലേക്ക് പോകണ്ട. 2026 ആക്കണ്ട. ഞാൻ ജീവിക്കുന്നത് ഒരു ലോകത്തിലാണ്. ഞാൻ കേരളത്തിലല്ലല്ലോ. കേരളം മാത്രം എടുക്കണ്ട. ഞാൻ കേരളത്തിലെ ഓഡിയൻസിനാണ്, ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ഐ ആം നോട്ട് ടോക്കിംഗ് ടു യു. പക്ഷെ ഇത് വളരുന്ന ജനറേഷനും കൂടിയല്ലേ ആന്റി? എത്തിയത് ഞങ്ങളാരും വളർന്നില്ലേ? 2026 അല്ല, 2046 ആയാലും 2056 ആയാലും മോളുടെ അച്ഛന്നല്ലേ വിളിക്കുക? അങ്കിളെന്ന് കയറി വിളിക്കോ? കൺസെപ്റ്റ്. നിങ്ങൾ 2046 എത്തിയാലും നിങ്ങൾ ഈ പറയുന്ന സാധനം ഇതായിട്ട് തന്നെ നിലനിൽക്കത്തില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ അച്ഛൻ തന്നെയല്ലേ, അമ്മ തന്നെയല്ലേ?
ഒരു മനുഷ്യന്റെ ബോഡീനെ പറ്റി ആ ആളല്ലേ നിലവാരം എടുക്കേണ്ടത്, അത് മറ്റുള്ളവരല്ലല്ലോ ഒരിക്കലും. അത് അവളുടെ നിലവാരം. ഞാൻ ചോദിക്കട്ടെ, 10-26 വയസ്സായ മകൾക്ക് ഈ മോളുടെ ബോഡിയുടെ നിലവാരം, എന്റെ ബോഡി നിലവാരം ഇതാണ് എന്ന് പറഞ്ഞു, മോള് ആ പെങ്കൊച്ചിട്ട വസ്ത്രം ഇട്ടുകൊണ്ട് മോളുടെ അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കുവോ? അച്ഛ എന്റെ ബോഡിയാണ്, എന്റെ റൂളാണ്, അച്ഛൻ ഇത് ഇഷ്ടപ്പെട്ട അച്ഛ, ഞാൻ ഇതിട്ടുണ്ട്, നാളെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കട്ടെ അച്ഛ എന്ന് ചോദിച്ചാ മോളുടെ അച്ഛൻ എന്ത് മറുപടി പറയും? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് എന്റെ ശരീരമാണ്, ഞാൻ ആ ഡ്രസ്സ് ഒരു വിഷയം ഞാൻ കാണുന്നില്ല. ആ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ടു, അവൾ ഇട്ടു, അത് അവളുടെ കാര്യമല്ലേ? അത് അവളുടെ കാര്യമാണ്. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞേ. പക്ഷെ അത് വളരുന്ന ജനറേഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. തുണി ഊരി ആടുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളർച്ച? ഞങ്ങൾ ആ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട എന്നാ പറഞ്ഞ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആണുങ്ങളെ പറ്റി എന്തുകൊണ്ട് അറിയുന്നില്ല? ആണുങ്ങള് വസ്ത്രം അതാണ് നിങ്ങളുടെ പ്രശ്നം. അവരെ പറ്റി എന്ത് പറയുന്നില്ല, ഇവരെ പറ്റി. ഇപ്പൊ ഗോവിന്ദചാമിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മുകേഷിനെ പറ്റി എന്ത് പറയാത്ത എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് ഉത്തരവില്ല. നിങ്ങൾ ആണുങ്ങൾ ആരെങ്കിലും തുണിയില്ലാത്ത ഇതുപോലത്തെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടോ? ആണുങ്ങൾ അവരുടെ പെനിസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു ജെട്ടിയുടെ പരസ്യം കാണിച്ചുകൊണ്ട് നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയോ മോഹൻലാലോ ജെട്ടിയുടെ പരസ്യത്തിൽ ബ്രാൻഡഡ് ആയിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മക്കളായിട്ടുള്ള ആണുങ്ങൾ പ്രണവോ അല്ലെങ്കിൽ മറ്റേ ദുൽഖറോ ഒരു ജെട്ടിയുടെ പരസ്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ വന്ന് നിന്നാലും അത്യാവശ്യം നല്ലപോലെ മറുപടി പറയും. പക്ഷെ അവരുടെ അവരുടെ ഹാഫ് നെയ്ഡ് ലൈക്ക് ബോഡിയുടെ ഫ്രണ്ട് പാർട്ട് മൊത്തം അവര് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വുമൻസിനെ മാത്രം കാണിക്കുന്നതും ഈ പെൺകുട്ടി ഇട്ട ഡ്രസ്സും സിമിലർ ആണെന്ന് കൊച്ചു ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചിന്റെ സ്വാതന്ത്ര്യം. എന്റെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു. അവൾ കാണിച്ച വൾഗാരിറ്റി, ആ ഡ്രസ് കോഡ്, അത് ഫാഷൻ ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഫാഷൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് പറഞ്ഞ. എല്ലാ ഫംഗ്ഷനും പോവാം. എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റുമോ? മരിച്ചോര ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി എന്ത് ഫംഗ്ഷനും അതെന്താ അത് മാത്രം നീക്കി വെക്കുന്നേ? അങ്ങനെ ജട്ടിയും പാടി ഇട്ടുകൊണ്ട് മരിച്ചോര ഫംഗ്ഷനും പോ. അതല്ലേ ഒരു രസം. അതിപ്പോ പറഞ്ഞു ഇല്ലല്ലോ, കാണിക്കാൻ നമ്മൾ ഒരിക്കലും. എന്റെ വീട്ടിലെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട. എന്റെ വീട്ടിലെ മക്കൾക്ക് അതല്ല സ്വാതന്ത്ര്യം. വസ്ത്രമൂരി കളഞ്ഞല്ല സ്വാതന്ത്ര്യം എന്ന സുന കൊണ്ടുവരുന്നത്. വസ്ത്രമൂരി എറിയുമ്പോൾ കിട്ടുന്നത് സ്വാതന്ത്ര്യമല്ല. അതിന് നമ്മളിട്ട പേരാണ് മറ്റേ പേര്. ആ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആന്റി ചെയ്യുന്നത് പെണ്ണുങ്ങളെ സെക്ഷലൈസ് ചെയ്തിട്ട് ആണുങ്ങളെ സെക്ഷലൈസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മുസ്ലിം ഇതില് എന്തുകൊണ്ട് ആണുങ്ങളെ കണ്ണടയ്ക്കാൻ പറയുന്നില്ല? പറഞ്ഞങ്ങ് പോവല്ലേ. നിങ്ങൾ സെക്ഷുവലൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ അത് ഞാൻ പറയുമ്പോ നോവുന്ന എന്തിനാ? നിങ്ങളെ സെക്ഷുവലൈസ് ചെയ്ത് പബ്ലിഷിന് ഇടാം, അത് ഞാൻ പറയുമ്പോ നോവുന്നോ? അത് എന്തടിസ്ഥാനമാണ്? ആണുങ്ങളെ പറയുന്നില്ലെന്ന്. ഞാൻ എന്റെ കണ്ണുവിൻ്റെ അങ്ങനെ ആണുങ്ങളെയൊന്നും ഇതുവരെ എന്റെ മക്കളാരും ഇങ്ങനെ തുണിയില്ലാതെ നടക്കുന്നില്ല. ഞാൻ കാണാറില്ല. കണ്ടു പറയും, ആ പോയി തുണി എടുത്ത് കൊടുക്കുന്നേ ഞാൻ പറയുള്ളൂ. അല്ല തുണി ഇല്ലാതെ വന്നിട്ട് ഐ ആം റെഡി ഫോർ എനിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ നിൽക്കുകയാണെങ്കിൽ അടി വാങ്ങിക്കുമാരി. ആരായിരുന്നാലും പറയും ആണുങ്ങൾ അങ്ങനെ സെക്ഷുവലൈസ് ചെയ്യുന്നില്ല അവരുടെ ബോഡി. ഒരുത്തന്മാരും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ വില്ലിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു പെണ്ണാണ് നിൽക്കുന്നു, രണ്ടുപേരും മുകളിൽ ഒന്നും ഇട്ടല്ല, അടിയിലിട്ടുണ്ടെന്ന് വിചാരിക്കും, മുകളിൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആന്റി പറയും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല, പെണ്ണാണ് സെക്ഷലൈസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? രണ്ടുപേരും ഒരു വസ്ത്രം തന്നെ ഇട്ടേക്കുന്നത്, എന്തുകൊണ്ട് ഒരാൾ മാത്രം സെക്ഷലൈസ് ചെയ്യപ്പെടുന്നു? ലിസൺ, ഇതിനകത്ത് കമ്പാരിസൺ നടത്താൻ ആണുങ്ങൾ തുണി ഊരുന്നത് ശരി എന്ന് ഞാൻ വാദിച്ചു. അവിടെ പിന്നെന്തുവാ? പിന്നെ ആ പോയിന്റിന് അവിടെ എന്ത് വാല്യൂ? ഞാൻ അവിടെ ആണുങ്ങൾ തുണി ഊരുന്നത് കറക്റ്റ്, നിങ്ങൾ തുണി ഊരുന്നത് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ ആ പോയിന്റിന് അവിടെ വാലിഡിറ്റി ഇല്ല? ബട്ട് ആന്റി ഇപ്പൊ പറഞ്ഞു ഒരിക്കലും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. എവിടെ ആണുങ്ങൾ തുണി ഊരി റോഡില് പട്ടാപകല് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, മുകളിൽ ഒന്നും ഇടാണ്ട്. അപ്പൊ അതെന്താ സെക്ഷലൈസിംഗിൽ വരുത്തില്ലേ? അവരോട് ചോദിക്കേ, നിങ്ങൾ എന്തിനാ ഈ തുണി ഊരി നടക്കുന്നത്, ഇത് ശരിയാണോ എന്ന് നീ അവരോട് ചോദിക്കേ.
അത് ചോദിക്കാനേ ഞാൻ പറഞ്ഞത്. അവരുടെ താല്പര്യം ഇത് 2026 ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. 2046 മോളെ നീ നിന്റെ അച്ഛനെ അച്ഛാന്നല്ലേ വിളിക്കുള്ളൂ. നീ കാലഘട്ടത്തിന്റെ മാറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. 2026 എന്തൊരു ഉണ്ട പുഴുങ്ങിയ? 2026 നിനക്ക് എന്തൊരു ഉണ്ട പുഴുങ്ങല് വന്നാ? അതെന്ത് വർത്തമാനമാണത്? കോണ്ടെക്സ്റ്റല്ലല്ലോ, ആ കോണ്ടക്സ്റ്റ് അല്ലല്ലോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. പിന്നെ നിന്റെ കോണ്ടക്സ്റ്റ് എന്താണ്? നിന്റെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ ഒരുത്തൻ ഉടുപ്പിടാതെ പോയി, അത് ഞാൻ പറഞ്ഞില്ല എന്നതാണ് എന്റെ കോണ്ടക്സ്റ്റ്. ഞാൻ ഇതില് കോണ്ടെക്സ്റ്റ് ആയിട്ട് ഞാൻ ആകെ പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങളെ എന്റെ താല്പര്യം എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? നീ അത് സ്വന്തമായി പറഞ്ഞാ പോരെ? ആ പെണ്ണിനെ വലിച്ചഴച്ച് അതിലുള്ള ആ പെണ്ണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എന്തിന് തന്റെ അഭിപ്രായം പറയണം? സ്വന്തമായ അഭിപ്രായം പറഞ്ഞാൽ പോരെ? കാണിക്കണം, അതൊരു റോൾ മോഡൽ അല്ല എന്ന് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തുകൊണ്ടേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് അതൊരു റോൾ മോഡൽ ആണ് അവളുടെ. നീ മുഴുവനെ ഉരിഞ്ഞ് നടവാണേ. അയ്യോ നീ വേണ്ടെന്ന് ഞാൻ നിന്റെ പേരെന്തു വെച്ചേ? നീ നട. ഞാനത് വിലക്കുന്നില്ലല്ലോ. പക്ഷെ കണ്ടാൽ അത് പറയണ്ടെന്ന് പറയാനുള്ള റൈറ്റ്സ് നിനക്കില്ല. അത് കണ്ടാൽ ഞാൻ പറയും ഇത് പിളർന്നു വെച്ച് നടക്കുന്നത് നാട്ടുകാരെ അട്രാക്ട് ചെയ്യാനാണ്, കണ്ടവൻ ഇത് കണ്ടിട്ട് ആസ്വദിക്കാനാണ്. ഞങ്ങൾക്കുള്ള അതേ ലിംഗം നിനക്കുണ്ടെങ്കിൽ ഈ പോക്കൃത്തരം കാണിച്ചാൽ ഇതിനെതിരെ പബ്ലിക് ന്യൂസ് വെച്ചിട്ട് കേസെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പോക്കൃത്തരം കാണിച്ചു വരുന്നവളുടെ നിനക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോ. ഇന്ത്യയിൽ താമസിക്കുന്നവർ നീ മാത്രം താമസിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് താമസിക്കണ്ടേ? നിനക്കൊക്കെ തുണി ഊരി കാണിക്കാമെങ്കിൽ ആ തുണി ഊരി കാണിക്കണ്ട എന്ന് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ലിംഗ പ്രദർശനം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ തഴപ്പും മുഴപ്പും നാട്ടുകാർ കാണുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലേ? കളഞ്ഞിട്ട് പോ. കഴിഞ്ഞില്ലേ?